RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 2010 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനെ കുറിച്ചാണ്. സ്പെയിനിന്റെ 2026 വേൾഡ് കപ്പ് എന്താണ്, എങ്ങനെയാണ്, എങ്ങോട്ടാണ് പോക്കുന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ 2010 വേൾഡ് കപ്പ് നേടിയ ശേഷം അതൊരു കിടിലൻ, എന്താ പറയുക, വളരെ കുറച്ച് ഗോളുകൾ മാത്രം അടിച്ച് ഡിഫൻസിലൂടെ ടിക്കി ടാക്കയും കളിച്ചിട്ട് ഇനിയസ്റ്റയും സാവിയും അതേപോലെ തന്നെ പ്യൂളും PK ഒക്കെ നിറഞ്ഞ ഒരു സ്പാനിഷ് സ്ക്വാഡ് അങ്ങനെ വേൾഡ് കപ്പ് നേടിയപ്പോൾ അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ 2014 2018 2022 അത്ര നല്ല ഓർമ്മകളല്ല സ്പാനിഷ് പടയ്ക്കും അതേപോലെ സ്പാനിഷ് ആരാധകർക്കും നൽകിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. അപ്പോൾ ആ സ്പെയിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്പെയിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു കിഡിലോസ്കി സ്ക്വാഡുമായിട്ടാണ് ഈ 2026 വേൾഡ് കപ്പിന് വരുന്നത് അവർ. കാരണം അപ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്താ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ, റയൽ മാഡ്രിഡിൽ നിന്ന് സ്ക്വാഡ് അനൗൺസ് ചെയ്തപ്പോൾ ഒരു പ്ലെയർ പോലും ഇല്ലാതെ, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റയലിൻ്റെ ഒരു പ്ലെയർ ഇല്ലാതെ സ്പെയിൻ ടീം വേൾഡ് കപ്പിന് കളിക്കാൻ ഒരുങ്ങുന്നതെന്നുള്ള ഒരു സർപ്രൈസും ഒരു ഞെട്ടിക്കുന്ന, റയൽ മാഡ്രിഡ് ആരാധകരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ഭക്തവരികളായ ബാഴ്സലോണയിൽ നിന്ന് 8 പ്ലെയേഴ്സാണ് സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അപ്പം തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ പ്രശ്നങ്ങൾ. എന്താ പറഞ്ഞാൽ കാറ്റലോണിയ ആൻഡ് റയൽ മാഡ്രിഡ്, ബാഴ്സലോണ. എന്താ പറഞ്ഞാൽ സ്പെയിൻ്റെ ഒരു ചേരിതിരിവും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അറിയാലോ. റയൽ മാഡ്രിഡും ബാഴ്സലോണയും അതേപോലെ തന്നെ സ്പെയിനും കാറ്റലോണിയും. അപ്പോൾ കാറ്റലോണിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ടീമാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ തന്നെ നമ്മുടെ കോച്ചായ ലൂയിസ് ഡി ലാ ഫുണ്ടെ ചങ്ങായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഏത് പ്രവശ്യയിൽ നിന്നാണ്, ഏത് വർഗ്ഗക്കാരാണ്, ഏത് ഗോത്രക്കാരാണെന്ന് നോക്കിയിട്ടൊന്നല്ല ഞാൻ എൻ്റെ ടീമിലേക്ക് സ്ക്വാഡിനെ അനൗൺസ് ചെയ്യുന്നത്. ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ടീമിനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രഗത്ഭരായ, ഇപ്പോൾ ഇന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ടാക്ടിക്സിന് അനുയോജ്യമായ പ്ലെയേഴ്സിന് ഞാൻ എവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കും. അതിൽ ചോദ്യം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്നാണ് ആൾ പറഞ്ഞൊരു കാര്യം തന്നെ ഉണ്ട്. എന്താണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 വർഷം എന്താ പറയുക, ട്രോഫിലെസ് ആയിട്ട് 2 വർഷങ്ങളാണ് കടന്നുപോയത്. അതിൽ നിന്ന് ഒരുപാട് പ്ലെയേഴ്സ്, ഹുയിജിസൻ അങ്ങനെ ഒരുപാട് പ്ലെയേഴ്സിനെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്ര 2 നല്ല സീസണുകളല്ല റയൽ മാഡ്രിഡ് പ്ലെയേഴ്സിന് ഈ കഴിഞ്ഞ 2 വർഷം കഴിഞ്ഞു പോയത്. അതേപോലെ തന്നെ ഹുയിജിസന്റെ കാര്യത്തിൽ ചെറുതായിട്ടൊരു പരിഗണന, പക്ഷേ ആളെക്കാളും നമ്മുടെ കോച്ചിൻ്റെ പരിഗണനയിലുള്ള പ്ലെയേഴ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുമ്പോൾ, പിന്നെ കർമ്മഹാലിൻ്റെ കാര്യം പറയേണ്ട, ആൾ റയൽ മാഡ്രിഡിൽ ഏതോ മിനിറ്റുകൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ, അതിൻ്റെ ഇടയിൽ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും ഒന്നുമില്ല. പിന്നെ ഉള്ള പ്ലെയേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയും അത്ര ടൈമൊന്നും റയൽ മാഡ്രിഡിന് വേണ്ടി കിട്ടിയിട്ടില്ല. അപ്പോൾ റയൽ മാഡ്രിഡിന് വേണ്ടി ഒരു ടൈം കിട്ടാത്തൊരു പ്ലെയർ എങ്ങനെയാണ് സ്ക്വാഡിലേക്ക് വരിക എന്നുള്ള കാര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇപ്രാവശ്യം 2026 വേൾഡ് കപ്പിൽ സ്പെയിൻ സ്ക്വാഡിന് എന്ത് ചെയ്യാൻ പറ്റും? എന്താ പറഞ്ഞാൽ 2014 അതേപോലെ തന്നെ 2018 2022 ക്വാർട്ടർ ഫൈനലിൽ പറയുന്ന പരിപാടി കടക്കാൻ പറ്റില്ല. അതിൽ മെയിനായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2014 ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ നെതർലാൻഡിനായിട്ട് 5-1 ഞെട്ടിക്കുന്ന, എന്താ പറഞ്ഞാൽ ലോക ചാമ്പ്യന്മാരായിട്ട് അടുത്ത റൗണ്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഫസ്റ്റ് മത്സരത്തിലാണ് നെതർലാൻഡായിട്ട് 5-1 പരാജയപ്പെടുന്നതിന് ശേഷം ചിലിക്കെതിരെ 2-0 പരാജയപ്പെട്ടിട്ട് ലോക ചാമ്പ്യന്മാർ വേൾഡ് കപ്പിൽ നിന്ന് പുറത്താവുകയാണ്. അതിനുശേഷം 2018 റൗണ്ട് ഓഫ് 16 റഷ്യയോടായിട്ട് പരാജയത്തിൽ പുറത്താവുകയാണ്. 2022 നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനെതിരെ തോറ്റു, പിന്നെ റൗണ്ട് ഓഫ് 16 കടന്നു, അവിടെ മൊറോക്കോ ആയിട്ട് പരാജയപ്പെട്ട് പുറത്തു പോവുകയാണ്. അങ്ങനെ കൈപ്പേറിയ ഓർമ്മകളാണ് ഇവർക്ക് ഈ 3 വേൾഡ് കപ്പിലും നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ സ്ക്വാഡ് ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയും പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ അറ്റാക്കിങ്ങിലായിരുന്നു പ്രശ്നങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടിയായിട്ട് ഈ ഒരു സീസണിൽ കിടിലൻ അറ്റാക്കും കിടിലൻ മിഡ്ഫീൽഡും ഡിഫൻസും ഗോൾ കീപ്പറുമാരായിട്ട് ഒരു, എന്താ പറയുക, സന്തുലിതമായ ഒരു സ്ക്വാഡായിട്ടാണ് സ്പാനിഷ് പട വരുന്നത്. ഇതിലും സങ്കടം എന്ന് പറഞ്ഞാൽ ഇത്ര വേൾഡ് കപ്പ് കളിച്ചിട്ട് ഇതിൽ ആകെ 11 മത്സരങ്ങളിൽ ആകെ 3 മത്സരങ്ങൾ മാത്രമേ സ്പാനിഷ് പടയ്ക്ക് വിജയിക്കാനായിട്ടുള്ളൂ എന്നുള്ള കാര്യമാണ്. അതിൽ സ്പെയിൻ ഓസ്ട്രേലിയക്കെതിരെ 2014 3-0 വിജയിച്ചതും, അതേപോലെ തന്നെ ഇറാനെതിരെ 2018 1-0 വിജയിച്ചതും, അതേപോലെ തന്നെ സ്പെയിന് 7-0 കോസ്റ്റാറിക്കയെ പരാജയപ്പെടുത്തി. ഈ ഒരു 3 വിജയങ്ങൾ ഒഴിച്ചു നോക്കിയാൽ പിന്നെ സമനിലകളും തോൽവികളാണ് ഇവർ വേൾഡ് കപ്പിൽ ഈ 11 മത്സരങ്ങൾ നേടിയിട്ടുള്ളത്. ആ ഒരു സ്പാനിഷ് പട അവർക്ക് എല്ലാം മാച്ചു കളയേണ്ട ഒരു സമയമാണ് ഈ 2026. അതിന് ഒത്ത ഒരു സ്ക്വാഡിനെ തന്നെയാണ് കോച്ച് അണിനിരത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് 8 പ്ലെയേഴ്സാണ് സ്ക്വാഡിൽ ഇടം നേടിയിട്ടുള്ളത്. അതേപോലെ തന്നെ വിവിധ യൂറോപ്പിൽ നിന്ന് 300ഓളം പ്ലെയേഴ്സുകളാണ് കളിക്കുന്നത് ഈ ഒരു സ്പെയിനിൽ നിന്ന്. അപ്പോൾ അതിൽ നിന്ന് 26 അംഗ സ്ക്വാഡ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വല്ല കട്ടുകട്ടിയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബാഴ്സലോണയിൽ നിന്ന് ഈ 8 പ്ലെയേഴ്സ് വരുമ്പോൾ അവർക്കൊരു ഫാമിലി പോലെ അവിടെ കളിക്കാൻ പറ്റും. അതിൽ 5ഓളം പ്ലെയേഴ്സ് എന്തായാലും സ്റ്റാർട്ടിംഗ് ലെവലിൽ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ നമുക്ക് സ്ക്വാഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ
സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗോൾ കീപ്പറിന്റെ ആ ഒരു സൈഡിലേക്ക് തന്നെ ആദ്യം നമുക്ക് കടക്കാം. അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉനിയാൻ സിമിയോൺ ആണ് അവരുടെ ഒരു ഫസ്റ്റ് ഗോൾ കീപ്പർ ആയിട്ടുള്ളത്. ഡേവിഡ് റേയാണ് രണ്ടാമത്തെ ഗോൾ കീപ്പർ. അതേപോലെ തന്നെ ജോൺ ഗ്രാസി എന്ന് പറയുന്ന ബാഴ്സലോണയുടെ ഗോൾ കീപ്പറാണ്. അപ്പോൾ സിമിയോണാണ് ഇതുവരെ സ്പാനിഷ് പടന്റെ നമ്പർ 1 ഗോൾ കീപ്പറായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സീസണിൽ അതിന് മാറ്റങ്ങൾ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അത് റിപ്പോർട്ടുകളൊക്കെ വരുന്ന ഡേവിഡ് റേ ആണ് ഒന്നാം ഗോൾ കീപ്പറായിട്ടുള്ളതെന്നാണ്. പക്ഷേ ആൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്നലെ സ്പെയിനും ഇറാഖും തമ്മിൽ നടന്ന മത്സരത്തിൽ ജോൺ ഗ്രാസിയാണ് ഗോൾ കീപ്പറായിട്ട് നിന്നത്. 1-1 സമനിലയിൽ തളയ്ക്കാനുണ്ടായത്. പക്ഷേ സ്പെയിനിന്റെ പടയിൽ 9 പ്ലേയേഴ്സ് കളിച്ചിട്ടില്ല, സ്റ്റാർട്ടിംഗ് ലൈൻ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. അതാണ് മെയിൻ. രമാലും പെഡ്രി അങ്ങനത്തെ കുറച്ച് അങ്ങനെയല്ലാത്തൊരു സ്ക്വാഡിനെയാണ് ഇറാഖിനെതിരെ ഫെറാൻ ടോറസിന്റെ ഒറ്റ ഗോളിലാണ് അവർ 1-1 സമനിലയിൽ പിരിഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഗോൾ കീപ്പർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഡേവിഡ് റയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ ആഴ്സണലിന് വേണ്ടിയിട്ട് പ്രാവശ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലെത്തി. കിടിലൻ പെർഫോമൻസ് ആണ്. ബാക്ക് ടു ബാക്ക് 3 സീസൺ ആയിരിക്കാണ് ഗോൾഡൻ ഗ്ലൗ നേടിയിട്ട് ആൾ കിടിലൻ പെർഫോമൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല. എന്താണെന്ന് പറഞ്ഞാൽ ഡേവിഡ് റയ എന്ന് പറയുന്ന ആ ഒരു ചങ്ങായിയുടെ ഇപ്പോഴത്തെ ഫോമും അതേപോലത്തെ മെന്റാലിറ്റി സിമിയോണിന് ഇല്ലാത്തൊരു പ്രശ്നമാണ്. സിമിയോണ് ഒരു കളിയിൽ മിക്കവാറും ഒരു മണ്ടത്തരം എന്തായാലും ഷുവറാണ്. അത് ഇമ്പോർട്ടൻറ്റ് മാച്ചായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്പെയിൻ്റെ ഇതുവരെയുള്ള തോൽവികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആളുടെ മണ്ടത്തരങ്ങളും കാര്യങ്ങളും. അതേപോലെ തന്നെ അത്ലറ്റിക്കും ബിൽബാവിന് നോക്കി കഴിഞ്ഞാലും ഈ ചങ്ങയുടെ ആ ഒരു ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ റയയ്ക്ക് തന്നെയാണ് ഇപ്രാവശ്യം ഏകദേശം നറുക്ക് വീഴാനുള്ള ചാൻസ്. എന്താണ് റയ മിന്നും ഫോമിലാണ്. പിന്നെ സ്പാനിഷ് സൈഡിൽ എത്രമാത്രം കളിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ഇതുണ്ട്, എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ആൾക്കൊരു പ്രശ്നം. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലും അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കുറവ് ഗോള് വഴങ്ങിയിട്ടുള്ള ഒരു സൈഡാണ്. ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും കുറവ് ഗോളുകൾ വഴങ്ങിയിട്ടുള്ള ചങ്ങായാണ് ഡേവിഡ് റയ എന്ന് പറയുന്ന ഗോൾ കീപ്പർ. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചങ്ങായിക്ക് തന്നെയാണ് ഈ സീസൺ. കാരണം 1-2 വർഷമൊക്കെ സിമിയോണിൽ നിന്ന് ഗോൾ കീപ്പറായിട്ട് നിന്നിട്ട് എന്താ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ എന്താ പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റയയ്ക്ക് തന്നെയാണ്. പിന്നെ ജോൺ ഗ്രാസിയ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് എസ്പാനിയോളിൽ നിന്ന് വന്ന് കിടിലൻ പെർഫോമൻസ് ആണ് കഴിഞ്ഞ സീസൺ നടത്തിയത്. സീസണിലെ ഗോൾ കീപ്പർ ഓഫ് ദ ഇയർ കിട്ടിയിരിക്കുന്നത് ചങ്ങായിക്കാണ്. ഏത് ലാ ലീഗിൽ. അപ്പോൾ കിടിലൻ എന്താ പറയുക ബാഴ്സലോണയ്ക്ക് പ്രാവശ്യം 2 ട്രോഫി ലീഗ് അടിച്ചതും അതേപോലെ തന്നെ സൂപ്പർ എസ്പാനിയോൾ അടിച്ചതിലൊക്കെ ഗംഭീര പങ്ക് വഹിച്ചിട്ടുണ്ട്. ആൾക്ക് യൂറോപ്പിലാണെന്ന് കാലറിയത്. അതുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരു മത്സരങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു മത്സരങ്ങളൊക്കെ വന്നാൽ നടക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല റയയെ മറികടന്ന് ജോൺ ഗ്രാസിയ ഇന്നലെ മത്സരത്തിൽ നമ്മൾ ഗോൾ കീപ്പർ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും ഉണ്ടാവില്ല. പിന്നെ ഡിഫൻസിൽ നോക്കുകയാണെങ്കിൽ ഡിഫൻസിൽ സെൻട്രൽ ബാക്കുകളായിട്ട് വരുന്നത് കുബാർസി ആൻഡ് ലാപ്പോട്ട, കുക്കറേല, പിന്നെ അങ്ങനെ ഒരു കിടിലൻ ഡിഫൻസും ആ ഒരു പരിചയസമ്പന്നതും അതേപോലെ തന്നെ യൂത്തും ഇടകലർന്ന കുക്കറേലയുടെ നല്ല സീസണും നല്ല ഈ സീസൺ കടന്നുപോയത്. അതേപോലെ ലാപ്പോട്ട ഇപ്പോൾ സൗദിയൊക്കെ ഒന്ന് കറങ്ങി ഇവിടെ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ കുബാർസി യങ് ബ്ലഡാണ്. അപ്പോൾ ആള് എന്തുകൊണ്ടാണ് സ്പാനിഷ് ടീമിൽ ഇടം പിടിച്ചതെന്ന് പറഞ്ഞാൽ ഹൻസി ഫ്ലിക്കിൻ്റെ കീഴിൽ ആൾക്ക് യൂറോപ്പിൽ വലിയ ചാമ്പ്യൻസ് ലീഗിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹൈലൈൻ ഒക്കെയാണ്. പക്ഷേ സ്പെയിനിൽ അതായിരിക്കില്ല. അപ്പോൾ ആൾ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലോറൻറ്റയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒന്നും പറയാനില്ല. അറ്റ്ലാന്റിക്കോ മാഡ്രിഡിന് വേണ്ടി കിടിലൻ പെർഫോമൻസ് ആണ് ഈ ചങ്ങായി. വിങ്ങുകളിൽ ഡിഫൻസിലും അറ്റാക്കിങ്ങിലും ഇങ്ങനെ ഇതുകൊണ്ടിരിക്കുന്നത് എനർജി പ്ലെയറാണ്. അത് തളരില്ല. അത് ഫൈനൽ വിസിൽ മുഴങ്ങുന്നവരെ അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് പ്രാവശ്യം ചാമ്പ്യൻസ് ലീഗിലും അതേപോലെ തന്നെ കോപ്പ ഡെൽ റേയുടെ ഫൈനലിൽ എത്തിക്കാനൊക്കെ കഴിഞ്ഞത് ആൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തത് മിഡ്ഫീൽഡാണ്. മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്പാനിഷ് ടീമിൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിലും അല്ലെങ്കിലും മൊത്തത്തിൽ എപ്പോഴും അവർക്ക് ഒരു മിഡ്ഫീൽഡാണ്. പക്ഷേ ധാരാളിത്തം എന്ന് അറിയില്ലേ, അങ്ങനെ കിടിലൻ എന്താ പറയുക മിഡ്ഫീൽഡ്. അങ്ങനെ ആ ഒരു മിഡ്ഫീൽഡ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പെട്ടി താരങ്ങളാണ് അവിടെ സ്പെയിനിൻ്റെ ടീമിന് വേണ്ടിയിട്ട് അരങ്ങേറാൻ പോകുന്നത്. അതിൽ റോഡ്രി ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നീണ്ടകാലത്ത് ഒരു പരിക്കൊക്കെ മാറി ആൾ മിന്നും ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കപ്പും ഫെർബോ കപ്പും നേടിക്കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബാഴ്സലോണയുടെ പെഡ്രി ഗോൺസാലസ് ഇല്ലാതെ എന്ത് സ്പാനിഷ് ടീം അതൊരിക്കലും അസംഭവ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്താ പറഞ്ഞാൽ വേൾഡിൽ നമ്പർ 1 മിഡ്ഫീൽഡർമാരിൽ ഒരാൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ചങ്ങായുടെ പേരുണ്ടാവും. അപ്പോൾ സ്പാനിഷിനെ ഇങ്ങനെ മറ്റുള്ള ടീമുകളിൽ കറക്കാൻ വേണ്ടിയിട്ട് ഈ ചങ്ങായി എന്തായാലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിലാണ്. പിന്നെ സുബിമെൻഡി ഉണ്ട്, അതേപോലെ തന്നെ ഫാബിയൻ റൂയിസ് ഉണ്ട്, മൊറീനോ ഉണ്ട്. അങ്ങനെ ഒരു കിഡിലോസ്കി മിഡ്ഫീൽഡാണ് നമ്മുടെ സ്പെയിനിൻ്റെ ടീമിനെ. എന്താ പറഞ്ഞാൽ അവർക്ക് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം ബോൾ കാലിൽ ഹോൾഡ് ചെയ്ത് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 70%, 77% ഒക്കെ ഉണ്ടായിട്ട് അവരെ പരാജയപ്പെട്ട മത്സരങ്ങളുണ്ട്. മൊറോക്കോക്കെതിരെയൊക്കെ സംഭവിച്ച് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഈ സീസണിൽ കളിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. എതിർ ടീമിന് ബോൾ കൊടുത്തിട്ട് പ്രസ്സിങ് കാര്യങ്ങൾ. എന്താ പറഞ്ഞാൽ ആ ഒരു സ്കോഡ് തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഗാവി എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറിനെ ബാഴ്സലോണ
നിന്ന് സർപ്രൈസ് ആയിട്ട് സ്പെയിൻ ടീമിലേക്ക് എടുത്തിട്ടുണ്ട്. എല്ലാവരും നെട്ടിപ്പോയതാണ്. എന്താ പറയുക, ആകെ 2 മാസമായിട്ടുള്ള പരുക്ക്, വലിയൊരു കാലത്ത് ഒരു 8 മാസത്തോളം പരുക്കായിട്ട് സ്ക്വാഡിലൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് കളിക്കാൻ വേണ്ടി വരുന്നത്. 2 മാസമാണ് ബാഴ്സലോണയിൽ കളിച്ചിട്ടുള്ളൂ. അപ്പോൾ ആളിനെ ഉൾപ്പെടുത്തി എന്താ പറഞ്ഞാൽ പ്രസ്സിങ്ങും അതേപോലെ തന്നെ അഗ്രഷനും തന്നെയാണ് ഈ ഒരു ചങ്ങായിയുടെ തീരുമാനം എന്ന് നമുക്ക് അതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അറ്റാക്കിങ് നോക്കിക്കഴിഞ്ഞാൽ യമാൽ, ടോറസ്, ഓൽമോ, വിക്ടർ മോൻസ് ആൻഡ് നിക്കോ വില്യംസ്, പിയാനോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ കിഡിലൻ ഫെറാൻ ടോറസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഒയർസബാൽ, ഈ ചങ്ങായാണ് നമ്മുടെ സ്ട്രൈക്കർ റോൾ. ഇവർ രണ്ടാളാണ് ഉണ്ടാവുക, ഫെറാൻ ടോറസും. അവിടെ മാത്രമാണ് ചെറിയൊരു എന്താ പറയുക, ഈ 2 ചങ്ങായിമാരും ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന പോലത്തെ അവസ്ഥയിലുള്ള കളിക്കുന്ന ടീമുകളാണ്. എപ്പോൾ വേണമെങ്കിലും ഫോം ആവും, എപ്പോൾ വേണമെങ്കിലും ഫോം ഔട്ട് ആവുന്നുള്ള ഒരു ഇതിലാണ്. എന്താ പറഞ്ഞാൽ ഇവർക്ക് 50-50 ചാൻസിലൊന്നും ഗോളാക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. 100% ഒക്കെയാണ്. പിന്നെ കഴിഞ്ഞ സീസണിൽ നോക്കി കഴിഞ്ഞാൽ 2 മിന്നും പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്പെയിനിന് വേണ്ടിയിട്ട് ചങ്ങായി യൂറോയിലൊക്കെ കഴിഞ്ഞ വർഷത്തെ യൂറോ ചാമ്പ്യന്മാരാണ്. അതേപോലെ തന്നെ നമ്മുടെ നാഷണൽസ് ലീഗിൽ ഫൈനലിൽ പോർച്ചുഗലിനെതിരെ പെനാൾട്ടി ഷൂട്ടൗട്ടിലാണ് പരാജയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും പ്രസിംഗ് തന്നെയാണ്. പിന്നെ നമുക്ക് അറ്റാക്കിങ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡ് യമാലും ഒരു സൈഡ് നിക്കോ വില്യംസ് ഇപ്പോൾ പരുക്കൊക്കെ മാറി ടീമിൽ അത്ര നല്ല പെർഫോമൻസ് അല്ല ഈ അവസാനത്തെ സീസണിൽ അത്ലറ്റിക്കോ ബിൽബാവയ്ക്ക് വേണ്ടി പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും സ്പാനിഷ് ടീമിലേക്ക് വരുന്ന സമയത്ത് യമാലിൻ്റെ കൂടെയുള്ള ആ ഒരു കോംബോ, 2 സൈഡിൽ നിന്നും 2 വജ്രായുധങ്ങൾ പോലെ ഇങ്ങനെ അങ്ങോട്ട് ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും എതിർ ടീമിൻ്റെ ഡിഫൻസിനെ കീറിമുറിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാക്ഷാൽ യമാൽ എന്ന് പറയുന്ന ചങ്ങായി 18-ാം വയസ്സിലാണ് ഇപ്പോൾ വേൾഡ് കപ്പിൽ ആദ്യമായിട്ട് കളിക്കാൻ വരുന്നതിന് മുമ്പ് തന്നെ യൂറോ കപ്പ് നേടിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അതേപോലെ തന്നെ ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ലാ ലീഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വന്തമാക്കിയിട്ട് ട്രോഫികളൊക്കെ അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ബാഴ്സലോണയുടെ അവസാന ഘട്ടത്തിലായപ്പോഴാണ് യമാലിന് പരിക്ക് വന്നുകൊണ്ട് സ്പാനിഷ് ടീമിലും അതേപോലെ സ്പാനിഷ് ആരാധകരൊക്കെ നെട്ടിയത്. ബാഴ്സലോണയെക്കാളും നെട്ടി എന്താണ് വേൾഡ് കപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരിക്കും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകുന്നുള്ള വിചാരത്തിൽ ഇപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ചിലപ്പോൾ 1-2 മത്സരങ്ങൾ ചിലപ്പോൾ കളിച്ചില്ല വരും ഗ്രൂപ്പ് സ്റ്റേജിൽ ചിലപ്പോൾ. പക്ഷേ ആൾ റിക്കവറായി എന്നാണ് ന്യൂസുകളൊക്കെ വരുന്നത്. അങ്ങനെ സ്റ്റാർട്ടിംഗ് 11 കൂടി അങ്ങനെ മിന്നിക്കുന്ന ആ ഒരു അറ്റാക്കിങ്ങും ആയിട്ട് വരുന്ന സമയത്ത് സ്പാനിഷ് പടയെ പിടിച്ചു നിർത്താൻ കുറച്ച് പണിപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇവർ ആ 2010 ശേഷമുള്ള ആ ഒരു ബാഡ് മെമ്മറീസ് ഉണ്ടല്ലോ, അതൊക്കെ മാച്ച് കളഞ്ഞിട്ട് പുതിയൊരു സ്പെയിന് എന്താ പറയുക, ഈ ബാഴ്സലോണ ഈ സീസണിലൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ശൈലി തന്നെയായിരിക്കും. അറ്റാക്കിങ്ങും പരമാവധി പ്രസ്സിങ് കാര്യങ്ങളായിട്ട് ഗോൾ സ്കോർ ചെയ്തിട്ട് വിജയിക്കാനുള്ള ഇതന്നെയായിരിക്കും. ഇന്നലെ നടന്ന കളിയൊന്നും നോക്കണ്ട, സ്പെയിന് വേൾഡ് കപ്പിൽ എത്തുമ്പോൾ ഗിയർ മാറ്റുന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. സ്കോഡ് നോക്കിക്കഴിഞ്ഞാൽ ആവറേജ് 26 വയസ്സാണ് അവരുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. ഏജ് ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ 26 വയസ്സാണ്. നമുക്ക് ഇവരുടെ എച്ച് ഗ്രൂപ്പിലാണ് സ്പെയിൻ ഇറങ്ങിയത്. സ്പെയിനും കേപ്പ് വെർഡിയും അതേപോലെ തന്നെ സൗദി അറേബ്യ, അതേപോലെ തന്നെ സൗദി അറേബ്യ നമ്മൾ വേരിയസ് മെസ്സി എന്ന് ചോദിച്ചിട്ട് പോയ ടീമുകളാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ സീസണിൽ സ്പെയിനാണ് ഉറുഗ്വേയാണ് നെട്ടിക്കുക എന്ന് പറയാൻ. അടുത്ത 4 സ്ഥാനക്കാരായിട്ട് ഉറുഗ്വയാണുള്ളത്. 2 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരാണ് ഉറുഗ്വ. 1990-കളിൽ കിടിലം പെർഫോമൻസ് ഒക്കെ ആയിരുന്നു അതിൻ്റെ ഭാഗത്ത്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് അങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഉറുഗ്വ മുന്നോട്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ സീസണിൽ 2ാം സ്ഥാനക്കാരായിട്ടും ആയിരിക്കും, അല്ലെങ്കിൽ സ്പെയിനും ഉറുഗ്വയും തമ്മിലുള്ള മത്സരത്തിൽ ആരായിരിക്കും വിജയിക്കുക എന്നുള്ള കാര്യത്തിലാണ്. കേപ്പ് വെർഡെ പറഞ്ഞാൽ ചെറിയൊരു കുഞ്ഞു രാജ്യം, അവരുടെ ആദ്യ വേൾഡ് കപ്പിന് വരികയാണ്. അത്ഭുതങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. എന്താ പറഞ്ഞാൽ അവിടുത്തെ കാമറൂണിനെയൊക്കെ അട്ടിമറിച്ചിട്ടാണ് അവർ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ എന്തായാലും അട്ടിമറികൾക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് സ്പെയിനും ഉറുഗ്വയും നിന്ന് കൊടുത്താൽ പിന്നെ അട്ടിമറിക്കുക അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നടക്കും. പക്ഷേ 3 സ്ഥാനക്കാർക്ക് ഓപ്ഷൻ ഉള്ളത് കൊണ്ട് എന്തായാലും സ്പെയിനും ഉറുഗ്വയും അടുത്ത റൗണ്ടിലേക്ക് കയറും. പിന്നെ എന്താ പറഞ്ഞാൽ ഈ സീസണിൽ ഈ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ടഫായിട്ടുള്ളൊരു വേൾഡ് കപ്പാണ് വരാൻ പോകുന്നത്. 48 ടീമുകൾ അടങ്ങിയതാണ്. അതിലും 8ഓളം മത്സരങ്ങൾ ജയിച്ചാൽ മാത്രമാണ് ഫൈനലിൽ ട്രോഫി ചുംബിക്കാൻ. കഴിഞ്ഞ വർഷമൊക്കെ 7 മത്സരങ്ങൾ കളിച്ചാൽ മതി, 1 മത്സരം കൂടുതലാണ്. റൗണ്ട് 32 എന്ന് പറയുന്ന പുതിയൊരു സംഭവം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സ്റ്റേജുകൾ കഴിഞ്ഞാൽ തന്നെ പിന്നെ റൗണ്ട് 16 മുതൽ കിടിലൻ പോരാട്ടങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായിരിക്കും കാത്തിരുന്ന് തന്നെ കാണണം. പിന്നെ അടുത്തൊരു ടീം പറഞ്ഞാൽ സൗദി അറേബ്യയാണ്. കഴിഞ്ഞ പ്രാവശ്യം അർജന്റീന ആദ്യ മത്സരത്തിൽ തന്നെ നെട്ടിച്ചുകൊണ്ടാണ് അവർ വേൾഡ് കപ്പിലേക്ക് വന്നത്. പക്ഷേ പിന്നീട് ആ 2 മത്സരങ്ങളും പരാജയപ്പെട്ട് അവർ പുറത്തു പോവുകയാണ്. ഇപ്രാവശ്യം അതേപോലെ ആരെങ്കിലും നെട്ടിക്കുമെന്ന് അറിയില്ല, അത് നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും 2010 അവർ വേൾഡ് കപ്പ് നേടിയപ്പോൾ ആകെ 8 ഗോളുകൾ എന്തോ അടിച്ചിട്ടുള്ളൂ. ടോട്ടൽ ഫൈനലിൽ ഇനിയസ്റ്റ് ഒറ്റ ഗോളിലാണ്, അതും എക്സ്ട്രാ ടൈമിലാണ് അവർ വിജയിക്കുന്നത്. അങ്ങനെ നെതർലാൻഡിനെതിരെ 1-0 വിജയം നേടി അവർ ആദ്യമായിട്ട് അവരുടെ വേൾഡ് കപ്പ് സ്വന്തമാക്കി. പക്ഷേ ഇപ്രാവശ്യം ഈ കോച്ചിൻ്റെ കീഴിൽ എനിക്ക് തോന്നുന്നു ഗോളുകൾ അടിച്ചു കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോൾ സ്പാനിഷ് പട ഫൈനലിൽ വേൾഡ് കപ്പ് മുത്തമിടാൻ പോകുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? സ്പാനിഷ് പട ഏതുവരെ എത്തും? സെമി ഫൈനലും ഫൈനലും കടന്ന് ഈ പ്രാവശ്യം ചാമ്പ്യന്മാരാകുമോ, അതോ ഈ 3 വർഷങ്ങളെ പോലെ ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനൽ മുന്നേ തന്നെ ഇവരുടെ പ്രയാണം അവസാനിക്കുന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ, വേൾഡ് കപ്പ് ലോകത്തെ പുതിയ വിശേഷങ്ങളെ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇടയിലുള്ള സ്പാനിഷ് ഫാൻസിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.